لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الرسول بلغ ما أنزل إليك من ربك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس إن الله لا يهدي القوم الكافرين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബിൻ്റെ ഷഹാദത്ത്. റമദാനിലാണ് അദ്ദേഹം കൂഫയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. പലപ്പോഴും റമദാനിൽ നമ്മുടെ പ്രഭാഷകരും പണ്ഡിതന്മാരുമെല്ലാം പറയാൻ മറന്നുപോകുന്ന ഒരു ചരിത്രമാണത്. അലി ഇബ്നു അബി ത്വാലിബ് ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്നും പഠിക്കേണ്ടത് പ്രവാചകനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും അനിവാര്യമായ ബാധ്യതയാണ്. പ്രവാചകർ തൻ്റെ ജ്ഞാന പാരമ്പര്യം കൈമാറിയിട്ടുള്ളത് അലി ഇബ്നു അബി ത്വാലിബിലൂടെയാണ്. അതിനാൽ അലി എന്ന് പറയുന്ന വഴിയെ, അലി എന്ന് പറയുന്ന വാതിലിനെ വിസ്മരിച്ചുകൊണ്ട് പ്രവാചകനിലേക്ക് എത്തുക സാധ്യമല്ല. പ്രവാചകൻ പറയുന്നതായിട്ട് ധാരാളം വഴികളിലൂടെ ഉദ്ധരിച്ച ഒരു വചനം ഇങ്ങനെയാണ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ. ഞാൻ ജ്ഞാനത്തിൻ്റെ നഗരിയാണ്, അതിലേക്കുള്ള കവാടം അലിയാണ്. ആരെങ്കിലും എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആ വാതിലിലൂടെ കടന്നു വരട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞതായി ധാരാളം ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ ജ്ഞാനത്തിലേക്ക്, പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുള്ള മാരിഫത്തിലേക്ക്, പ്രവാചകൻ കൈമാറിയിട്ടുള്ള സന്ദേശങ്ങളുടെ ഹക്കീക്കത്തിലേക്ക് നമുക്ക് എത്താനുള്ള വഴിയാണ് അലി ഇബ്നു അബി ത്വാലിബ്. അങ്ങനെ പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രവാചകൻ്റെ കൂടെയുള്ള എല്ലാ ശിഷ്യന്മാരും ഒന്നുകിൽ അല്പം കഴിഞ്ഞ്, പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം അല്പം കഴിഞ്ഞ് പ്രവാചകൻ്റെ ശിഷ്യന്മാരായവരോ അല്ലെങ്കിൽ പ്രവാചകൻ വഫാത്താകുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവരോ ആണ്. എന്നാൽ അലി അങ്ങനെയല്ല. അലി പ്രവാചകൻ്റെ നുബൂവത്ത് ലഭിച്ച ആ ദിവസം മുതൽ, ആ നിമിഷം മുതൽ പ്രവാചകനോടൊപ്പം ശിഷ്യനായി ചേർന്ന് പ്രവാചകൻ്റെ വഫാത്തിൻ്റെ അവസാന നിമിഷം വരെ കൂടെ ഉണ്ടായിരുന്ന ഏക ശിഷ്യൻ്റെ പേര് അലി ഇബ്നു അബി ത്വാലിബ് എന്നാണ്. ഖദീജ ബീവി, പ്രവാചക പത്നിയായ ഖദീജ ബീവി പ്രവാചകൻ്റെ ശിഷ്യയായിട്ടുണ്ട്. പക്ഷേ റസൂൽ വഫാത്താകുന്നതിന് മുമ്പ് മരിച്ചുപോയി. സെയ്ദ് 1-ാം തീയതി തന്നെ പ്രവാചകൻ്റെ ശിഷ്യനായിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ്റെ മുമ്പേ മരണപ്പെട്ടു പോയി. എന്നാൽ അലിയാണ് അവസാനം വരെ പ്രവാചകൻ്റെ കൂടെ നിഴലായിട്ടുണ്ടായിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് പ്രവാചകൻ്റെ ശിഷ്യനാകുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഉമർ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു ഗ്യാപ്പും ഇല്ലാതെ
പ്രവാചകത്വം സിദ്ധിച്ച ആ ദിവസം മുതൽ അവസാനം വരെ പ്രവാചകന്റെ കൂടെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും കൂടെ ഉണ്ടായിരുന്ന, നിഴലായിട്ടുണ്ടായിരുന്ന ഒരു ശിഷ്യന്റെ പേരാണ് അലി ഇബ്നു അബി ത്വാലിബ്. അതുകൊണ്ടാണ് റസൂല് തൻ്റെ പിൻഗാമിയായി, ജ്ഞാനപരമായ പിൻഗാമിയായി അലി ഇബ്നു അബി ത്വാലിബിനെ തിരഞ്ഞെടുത്തതും അലി ഇബ്നു അബി ത്വാലിബിനെ ഏൽപ്പിച്ചതും. ഒരുപാട് ഖുർആൻ വചനങ്ങൾ അലിയിൻ്റെ കാരണത്താൽ, അലിയിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അലീനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഖുർആൻ വചനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഓതിയ സൂറ മാഇദയിലെ ആയത്ത്, അതിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക, പ്രവാചകരെ നിങ്ങൾ നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുക, നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുക. എന്നിട്ട് പറയുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലത, നിങ്ങൾ ദൗത്യം പൂർത്തിയാക്കാത്ത ആളായി പോകും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദുറുൽ മൻസൂർ എന്ന കിതാബിൽ ഇമാം സുയൂത്തി എഴുതുന്നത്, അത് അലി ഇബ്നു അബി ത്വാലിബിനെ വലിയായി, തൻ്റെ പിൻഗാമിയായി നിശ്ചയിക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയായിരുന്നു എന്നാണ്. അതിനുശേഷമാണ് ഗദീർ ഹും എന്ന് പറയുന്ന ജുഹ്ഫ എന്ന സ്ഥലത്ത് പ്രവാചകൻ ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരോടും അവിടെ തങ്ങാൻ പറയുകയും പ്രവാചകൻ അലിയിൻ്റെ കൈപിടിച്ച് മങ്കുന്തു വലിയുഹു ഫഅലിയുൻ വലിയുഹു, അല്ലെങ്കിൽ മങ്കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാഹു എന്ന് പറയുന്നത്, എന്നെ അംഗീകരിക്കുന്നവർ അലിയിനെ അംഗീകരിക്കണം, എന്നെ നേതാവായി സ്വീകരിച്ചവർ അലിയിനെ നേതാവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പ്രവാചകൻ തൻ്റെ കൊടി, തൻ്റെ ജ്ഞാനത്തിൻ്റെ പതാക അലി ഇബ്നു അബി ത്വാലിബിലേക്ക് കൈമാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അലീനെ കുറിച്ച് പറയുമ്പോൾ ഷീ എന്ന് പറയും. അതുകൊണ്ട് അലീനെ കുറിച്ച് പറയാൻ എല്ലാവർക്കും പേടിയാണ്. അത് ഷീകൾക്ക് തീരെഴുതി കൊടുത്ത ഒരു സ്വത്താണ് എന്നാണ്. അലി ഇബ്നു അബി ത്വാലിബിൻ്റെ പേരെങ്ങാൻ ഉച്ചരിച്ചാൽ ഷീ ആക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരു വഹാബി സമ്പ്രദായം. എങ്കിലറിയണം, അലിയിനെ മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്രം പൂർണ്ണമല്ല, പ്രവാചക ചരിത്രം പൂർണ്ണമല്ല. പ്രവാചകൻ അബൂ തുറാബ് എന്ന് വളരെ പിരിശത്തോടെ സ്നേഹത്തോടെ വിളിച്ച അലീനെ മാത്രം വിളിച്ച് പ്രവാചകൻ ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അലി പറയുന്നത്, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫബാബിൻ മിനൽ ഇൽം വസ്തംബത്തു മിൻ കുല്ലി ബാബിൻ അൽഫബാബ്. തഫ്സീറുർ റാസിയിൽ കാണാം, പ്രവാചകൻ ആയിരക്കണക്കിന് രഹസ്യ വിജ്ഞാനീയങ്ങൾ എനിക്ക് കൈമാറി, ആ ഓരോ വിജ്ഞാനീയത്തിൽ നിന്നും ഞാൻ ആയിരക്കണക്കിന് തത്വങ്ങൾ പഠിച്ചെടുത്തു. അലി ഇബ്നു അബി ത്വാലിബിൻ്റെ പ്രഖ്യാപനമാണ്, ആയിരക്കണക്കിന് രഹസ്യ വിജ്ഞാനീയങ്ങൾ പ്രവാചകൻ എനിക്ക് കൈമാറി, ഓരോ വിജ്ഞാനീയത്തിൽ നിന്നും ആയിരക്കണക്കിന് തത്വങ്ങൾ ഞാൻ പഠിച്ചെടുത്തു. ഇങ്ങനെ പ്രവാചകൻ രഹസ്യ വിജ്ഞാനീയങ്ങൾ കൈമാറിയിട്ടുള്ള അമൂല്യമായ നുബുവത്തിൻ്റെ അസ്റാറുകൾ, രഹസ്യങ്ങൾ, അതിൻ്റെ നിഗൂഢതകൾ കൈമാറിയിട്ടുള്ള, നമുക്കറിയാലോ, ജ്ഞാനത്തിൻ്റെ നിഗൂഢമായ തലങ്ങളിലേക്ക് പോകുമ്പോൾ അത് താങ്ങാൻ കഴിയില്ല, പലർക്കും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അതുകൊണ്ടല്ലേ മൻസൂറുൽ ഹല്ലാജിനെ കൊന്നുകളഞ്ഞത്, അതുകൊണ്ടല്ലേ തസവുഫ് മനസ്സിലാകാത്തത്, അതുകൊണ്ടല്ലേ ആധ്യാത്മികത കേൾക്കുമ്പോൾ പുരോഹിതന്മാർക്ക് ഭ്രാന്തളകുന്നത്. അത് അവരുടെ കുറ്റമല്ല, മറിച്ച് ഇത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല, ത്രാണിയില്ല. അതാണ് അലി ഇബ്നു അബി ത്വാലിബിനെ വിളിച്ചിട്ട് റസൂൽ പറയുന്നത്, പൊതുവായ സദസ്സിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത, പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില നിഗൂഢ ജ്ഞാനങ്ങളുണ്ട് ഗുരുക്കന്മാരുടെ, പ്രവാചകന്മാരുടെ. അത് എല്ലാവരോടും പറയില്ല, അത് അവരെ വിളിച്ച് പറയും. അതാണ് റസൂൽ പറഞ്ഞത്, അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞത്, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫബാബിൻ, ആയിരക്കണക്കിന് രഹസ്യ വിജ്ഞാനീയങ്ങളാണ് പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മങ്കുന്തു വലിയുഹു ഫഅലിയുൻ വലിയുഹു എന്ന പ്രവാചകൻ പറഞ്ഞത്. ഇത് അബൂ ശൈബയുടെ മുസന്നിഫ് ഉൾപ്പെടെ എല്ലാ അഹ്ലുസുന്നയുടെ അംഗീകൃത കിതാബുകളിലും കാണാവുന്ന സംഗതിയാണ്. നസായിയിലുണ്ട്, മുസ്ലിമുണ്ട്, ഇബ്നു മാജയിലുണ്ട്, എല്ലാറ്റിലുണ്ട്. പ്രവാചകൻ അത് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ അലിയിനെ വിസ്മരിച്ചുകൊണ്ട് നമുക്കൊരു റമദാനും കടന്നു പോകാൻ പാടില്ല. റമദാനിൽ നിസ്കരിക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആരോ അയച്ച കൊലപാതകികൾ, ആരോ ആസൂത്രണം ചെയ്ത ഒരു ഗൂഢപദ്ധതി അവിടെ ആവിഷ്കരിക്കപ്പെടുകയായിരുന്നു. പ്രവാചകന്റെ കുടുംബത്തെ അരുംകൊല ചെയ്ത ആളുകളുടെ ഒരു വലിയ ആസൂത്രണം അവിടെ നടപ്പിലാവുകയായിരുന്നു.
ഇത് പ്രവാചകൻ വെറുതെ പ്രവാചകൻ ഏൽപ്പിച്ചതിൻ്റെ, പ്രവാചകൻ തൻ്റെ പിൻഗാമിയായി ഏൽപ്പിച്ചതിൻ്റെ ഒരൊറ്റ കാരണത്താലാണത്. അതെവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, റസൂലുള്ള വഫാത്താകാൻ വേണ്ടിയിട്ട് ആ വിഷത്തിൻ്റെ കാഠിന്യത്തിൽ പ്രവാചകൻ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് റസൂല് ആ പ്രയാസഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു പേനയും കടലാസും കൊണ്ടുപോവാ, എനിക്ക് ചിലതൊക്കെ എഴുതാനുണ്ട്. എഴുതാനുള്ളത് അലീൻ്റെ പേരാണ്. അപ്പോൾ ആരോ പറഞ്ഞു, വേണ്ട, അത് ഇപ്പോൾ വേണ്ട, അങ്ങ് ശാന്തമായി കിടന്നോളൂ. അങ്ങനെ പ്രവാചകന് നമ്മോട് പറയാനുള്ള അവസാനത്തെ വസിയത്ത് റദ്ദ് ചെയ്യപ്പെട്ടു. നമ്മളോട് പറയാനുള്ള അവസാനത്തെ സ്വകാര്യം ഇല്ലാതായിപ്പോയി. നമ്മളറിയില്ല, നമുക്ക് കിട്ടിയില്ല. ഒരു പേനയുടെയും കടലാസിൻ്റെയും ബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എടുക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് ഓടുന്നുണ്ട്. ഓടുന്നയാളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട, റസൂല് ശാന്തമായി കിടക്കട്ടെ. അവസാനത്തെ വസിയത്ത് അത് അലിയിൻ്റെ പേരാണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് നഷ്ടപ്പെട്ടു പോയത്. അവിടെ മുതൽ തുടങ്ങുന്നുണ്ട് അലിയിനെ ഓരോ ഭാഗത്തേക്ക് തള്ളി തള്ളി മാറ്റുന്നത്. അവസാനം കൊന്നപ്പോൾ തീർന്നു. അത് ഈ ഇങ്ങനെയുള്ളൊരു റമദാനിലായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ്. ഖുർആനിലൊരായത്തുണ്ട്, ذَلِكَ بِأَنَّ اللَّهَ مَوْلَى الَّذِينَ آمَنُوا وَأَنَّ الْكَافِرِينَ لَا مَوْلَى لَهُمْ. വിശ്വാസികളുടെ മൗലയെക്കുറിച്ച്, വിശ്വാസികളുടെ നേതാവിനെ കുറിച്ച് പറയുന്ന ആയത്ത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തഫ്സീറുകളൊക്കെ പറയുന്നു അത് അലിയിനെ കുറിച്ചുള്ളതാണ്. മൂസാ നബിക്ക് ഹാറൂൻ എന്നതുപോലെ പ്രവാചകൻ പറയുന്നുണ്ട്. സഅദ് പറയുന്നു, സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഫി അലിയിൻ അൻത മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ. മൂസയ്ക്ക് എങ്ങനെയാണോ ഹാറൂൻ, അതുപോലെയാണ് നീ എനിക്ക്. മൂസയും ഹാറൂനും തമ്മിലുള്ള ബന്ധമാണ് ഞാനും നീയും തമ്മിലുള്ളതെന്ന് പ്രവാചകൻ പറയുന്നതായിട്ട് അബൂ ഷൈബ എഴുതി വച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകനിൽ നിന്ന് എല്ലാം കൊണ്ടും തികഞ്ഞ ജ്ഞാനത്തിൻ്റെ ഒരു നഗരിയായി തീർന്ന, ജ്ഞാനത്തിൻ്റെ സാഗരമായി തീർന്ന അലി ഇബ്നു അബി ത്വാലിബ്. അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തെ പോഷിപ്പിച്ചയാളല്ല, ഇസ്ലാമിക ചരിത്രത്തെ നിർമ്മിച്ചയാളാണ്. അദ്ദേഹം ഇസ്ലാമിനെ വളർത്തുകയല്ല, മറിച്ച് പ്രവാചകന്റെ കൂടെ ഇസ്ലാമിനെ നടുകയായിരുന്നു ചെയ്തത്. 14 വയസ്സ് മാത്രമാണ് നുബുവത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിനുള്ളത്. ആ സമയത്ത് 13 വയസ്സുള്ള കുട്ടിയായിരിക്കുന്ന സമയത്ത് സഫായിൽ ഖുറൈശികളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് റസൂലുള്ള അവരോട് ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കുട്ടിയോട് നിങ്ങൾക്ക് ചോദിക്കാം. നോക്കണം, 40 വയസ്സ് തികഞ്ഞ് പ്രവാചകത്വം കിട്ടി അറബികളോട് സംസാരിക്കുന്ന പ്രവാചകൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവനോട് ചോദിക്ക്, അലിയിനോട് ചോദിക്ക്. അതായിരുന്നു അലിയും റസൂലും തമ്മിലുള്ള ബന്ധം. വയ്യാത്ത, ആരോഗ്യപരമായി ക്ഷീണിതനായിരുന്ന അവസ്ഥയായിരുന്നു അന്ന് ആ കുട്ടിക്കൊണ്ടായിരുന്നത്. അന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയോടൊപ്പം ഞാനുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാവരും പരിഹസിച്ചു, ഈ ഗ്രഹണി ബാധിച്ച കുട്ടിയാണോ മുഹമ്മദിനെ സഹായിക്കാൻ വരുന്നത്? അതെ, ആ കുട്ടി മുഹമ്മദിനെ മാത്രമല്ല ലോകത്തെ മുഴുവനും തൻ്റെ ജ്ഞാനത്തിൻ്റെ ഗരിമയാൽ എടുത്തുയർത്തി. അങ്ങനെയാണ് അബൂ തുറാബ് എന്ന പേര് വന്നത്. ഇവർ പറയും മണ്ണിൽ കിടന്നത് കൊണ്ടാണ്. നല്ല, മണ്ണിൻ്റെ പിതാവാണ്. അബൂ തുറാബ് എന്നാണ് പ്രവാചകൻ വിളിച്ചത്. ഒരു കവിതയുണ്ട്, ഖലഖല്ലാഹു ആദമ മിൻ തുറാബ് ഫഹുവ ഇബ്നുൽ ലഹു വ അൻത അബൂഹു എന്ന്. ആദം മണ്ണിൻ്റെ പുത്രനാണ്, നിങ്ങളോ മണ്ണിൻ്റെ പിതാവും. പ്രവാചകൻ എങ്ങനെയാണ് അബൂ തുറാബ് എന്നാണ് വിളിച്ചത്, ഇബ്നു തുറാബ് എന്നല്ല, അബൂ തുറാബ്, മണ്ണിൻ്റെ പിതാവ്. ഈ മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന ജ്ഞാനത്തിൻ്റെ ആകാശമായി വിലസുന്ന ആ ജ്ഞാന സൂര്യനായിട്ടാണ് പ്രവാചകൻ അലി ഇബ്നു അബി ത്വാലിബിനെ കണക്കാക്കിയതെന്നർത്ഥം. ഒരുപാട് ഹദീസുകൾ കാണാം. പ്രവാചകൻ അലിയുടെ കാര്യത്തിൽ പറയുന്ന മറ്റൊരു ഹദീസ്, ഇന്നഹു ലാ യുഹിബ്ബുക ഇല്ലാ മുഅ്മിനുൻ വലാ യുബ്ഗിദുക ഇല്ലാ മുനാഫിഖുൻ. അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നിന്നെ ധർമ്മനിഷേധികൾക്കല്ലാതെ വെറുക്കാൻ കഴിയില്ല. നിന്നെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വിശ്വാസികളിൽപ്പെട്ടവരാണ്. വിശ്വാസികളല്ലാതെ നിന്നെ ഇഷ്ടപ്പെടുകയില്ല. നോക്കൂ നിങ്ങൾ, അലി ഇബ്നു അബി ത്വാലിബ് എങ്ങനെയാണ് മാനവികതയെ ചേർത്ത് പിടിച്ചതെന്ന്. ഇന്ത്യയിൽ നിന്ന് അലക്സാണ്ടർ ചക്രവർത്തിയോടൊപ്പം പടിഞ്ഞാറോട്ട് പോയ ഒരു സംഘം ഉണ്ടായിരുന്നു. ഒരു സംഘം ബ്രാഹ്മണന്മാർ. അലക്സാണ്ടർ അവരെ കൊണ്ടുപോയതാണ്. അവരെ അദ്ദേഹം ഇറാഖിൽ താമസിപ്പിച്ചു.
അതിൽപ്പെട്ട ഒരാൾ ഉണ്ടാക്കിയ ഒരു തോട്ടമുണ്ട് അവിടെ, ഒരു ബാഗ്. ദാദു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെയാണ് ബാഗ്ദാദ് ഉണ്ടായത്. ദാദുവിൻ്റെ ബാഗേ ദാദു, ദാദു എന്ന് പറയുന്നയാളുടെ തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ബഗ്ദാദായി തീർന്നത്. അങ്ങനെ ബാഗേ ദാദുവിൻ്റെ പിന്മുറക്കാർ, ദാദു എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് അലക്സാണ്ടറിൻ്റെ കൂടെ പോയ ബ്രാഹ്മണന്മാരുടെ പിന്മുറക്കാർ അലി ഇബ്നു അബി താലിബ് കൂഫയിലേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ അലി ഇബ്നു അബി താലിബിനെ സമീപിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. പ്രവാചകന്റെ കുടുംബം ഇവിടെ വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളെ നിങ്ങളോടൊപ്പം ചേർക്കണം. അങ്ങനെ ദാദുവിൻ്റെ പിന്മുറക്കാർ അവരായിരിക്കെ തന്നെ അവരുടെ ആചാരങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും അവരുടെ വിജ്ഞാനീയങ്ങളെയും ആധ്യാത്മികതയെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അലി ഇബ്നു അബി താലിബ് അവരെ തൻ്റെ മന്ത്രിസഭയിലും സൈന്യത്തിലും ഉൾപ്പെടുത്തി. അവർക്ക് ഉന്നതമായ പദവികൾ നൽകി. എന്നിട്ട് അവരോട് അലി പറഞ്ഞു, എനിക്ക് ശേഷം എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും സംരക്ഷണം നിങ്ങളുടെ കൈകളിലാണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് അലിയാർ തങ്ങൾ വഫാത്തായതിനു ശേഷം കർബലയിൽ നമുക്ക് കാണാം, കർബലയിൽ ഹുസൈൻ പോരാടുന്ന സമയത്ത് ഈ ദാദുവിൻ്റെ പിന്മുറക്കാർ ബ്രാഹ്മണന്മാർ, ഇന്ത്യയിൽ നിന്ന് പോയ ബ്രാഹ്മണന്മാർ കർബലയിൽ വരികയും അവർ ഹുസൈനും സൈന്യത്തിനും അകമഴിഞ്ഞ പിന്തുണ നൽകുകയും ചെയ്യുന്നു. അവിടെ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളെയും അവശേഷിച്ച കുട്ടികളെയും അവരാണ് സംരക്ഷിക്കുന്നത്. അങ്ങനെ അവർക്ക് ഹുസൈനി ബ്രാഹ്മണർ എന്ന പേര് വന്നു. നിങ്ങൾക്ക് പരിശോധിക്കാം, അങ്ങനെയാണ് ഹുസൈനി ബ്രാഹ്മണർ ഉണ്ടാകുന്നത്. എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിയ, യഹൂദരെ മദീനയിൽ നിന്ന് ഓടിച്ചവന്റെ പേര് മുആവിയ. ഹുസൈനി ബ്രാഹ്മണർ തൻ്റെ കുടുംബത്തിന്റെ പേര് ചേർത്ത് ഒരു സമൂഹത്തെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയ ആളുടെ പേര് അലി. ഇതാണ് വ്യത്യാസം. ഇൻക്ലൂസീവാണ് അലിയുടെ കൾച്ചർ. എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് അദ്ദേഹം. ഒരാളോടും ശത്രുതയില്ല, ഒരാളെയും പുറത്താക്കലില്ല, എല്ലാവരെയും തൻ്റെ കൂടെ നിർത്തലാണ്. അങ്ങനെയാണ് സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന പേരക്കുട്ടിയെ, അലിയുടെ പേരക്കുട്ടിയെ ഹുസൈനി ബ്രാഹ്മണർ രക്ഷിക്കുന്നത്, അവരുടെ രഹസ്യ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നത്, സംരക്ഷിക്കുന്നത്. അങ്ങനെയാണ് പ്രവാചകന്റെ പിന്മുറക്കാർ ഹുസൈനി ബ്രാഹ്മണരുടെ കഞ്ഞിയും ഉപ്പും കഴിച്ചാണ്, അവരുടെ ആശ്രിതത്വത്തിലാണ്, അവരുടെ സഹായത്തിലാണ് ഏതോ രഹസ്യ സങ്കേതത്തിൽ വളരുന്നത്. ഇത് അലി ഇബ്നു അബി താലിബ് മാനവതയോട് കാണിച്ച, മനുഷ്യ സമൂഹത്തോട് കാണിച്ച സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഫലമാണ് എന്ന് നമ്മൾ അറിയണം. പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വല്ലദീ കറമല്ലാഹു വജ്ഹ മുഹമ്മദിൻ ലഉതിയന്നഹ റജുലൻ. എൻ്റെ മുഖം പ്രകാശിതമായത് അള്ളാഹുവാണ് പ്രകാശിപ്പിച്ചത്. അവനെ തന്നെ സത്യം, ഞാൻ ഈ കൊടി കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും അർഹനായ ആളുടെ കയ്യിലാണ് എന്ന് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഖൈബറിൻ്റെ ഘട്ടത്തിൽ. അങ്ങനെ അലിയിനെ ആ കൊടി ഏൽപ്പിച്ചു. അങ്ങനെയാണ് കറമല്ലാഹു വജ്ഹഹു എന്ന പേര് അലി ഇബ്നു അബി താലിബിൻ്റെ നാമത്തിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അഹ്ലുസുന്നത്ത് നിങ്ങൾക്ക് കേൾക്കാം, ഖുത്ബകളിലൊക്കെ അലിയിനെ കുറിച്ച് പറയുമ്പോൾ കറമല്ലാഹു വജ്ഹഹു എന്ന് പറയും. അതിൻ്റെ കാരണം പ്രവാചകന്റെ ഈ പ്രയോഗമാണ്. ഇങ്ങനെ ഏതൊക്കെ തലങ്ങളിലൂടെ നോക്കിയാലും അലി എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷം ഈ ആശയത്തിന്, ഈ ദർശനത്തിന് ഊടും പാവും നൽകി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അറബി ഭാഷ എന്ന് പറയുന്ന ഭാഷയ്ക്ക് വ്യാകരണം ചമച്ച ഒരു ഭാഷാ പണ്ഡിതൻ, അഗാധമായ ആഴങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകൾ രചിച്ച കവി, മനുഷ്യന്റെ മനസ്സിനെ സ്പർശിക്കുന്ന വിധം ഗാംഭീര്യത്തിൽ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകൻ, വിനയം കൊണ്ട് മറ്റെല്ലാവരെയും തോൽപ്പിച്ച് കളയുന്ന വിനയാന്വിതൻ. അദ്ദേഹം അമീറായ സമയത്ത്, ഖലീഫയായ സമയത്തുള്ളൊരു ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം അങ്ങാടിയിൽ പോയിട്ട് വിറക് വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സ്വന്തം ചുമന്നുകൊണ്ടാണ്. ആ സമയത്ത് സൈനികരിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചുമക്കാം. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞ മറുപടി ഉണ്ട്, നിങ്ങൾക്ക് രാജ്യം കാക്കലാണ് നിങ്ങളുടെ ജോലി, അല്ലാതെ ഖലീഫയുടെ വിറക് കൊണ്ടുപോക്കല്ല. ഖലീഫയുടെ വിറക് കൊണ്ടുപോകേണ്ടത് ഖലീഫയുടെ ജോലിയാണ്, നിങ്ങൾക്ക് രാജ്യം കാക്കലാണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ് സൈനികനെ പറഞ്ഞയച്ച് സ്വയം വിറക് ചുമന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ.
ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഡംബരത്തിൻ്റെ ലക്ഷണങ്ങൾ സ്വന്തം ജീവിതത്തിൽ കാണാൻ കഴിയാത്തൊരു മനുഷ്യൻ, ഇങ്ങനെ വിനയാന്വിതനായി ലാളിത്യത്തോടെ ജീവിച്ച്, വൈരാഗിയായി ജീവിച്ച്, ഭൗതികതയുടെ എല്ലാ സുഖാഡംബരങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജീവിച്ച്, ഒരു അടയാളവും തൻ്റെ പേരിൽ അവശേഷിപ്പിക്കാതെ, അങ്ങനെ ഭൗതികതയുടെ ഒരടയാളവും അവശേഷിപ്പിക്കാതെ, കൊട്ടാരമില്ല, വലിയ വിസ്തൃതമായ പറമ്പോ ഒന്നുമില്ലാതെ അവശേഷിപ്പിക്കാതെ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ പേര്, കവിത പോലെ ജീവിച്ച് മാഞ്ഞു പോയ ഒരു മനുഷ്യൻ്റെ പേര് അലി ഇബ്നു അബി ത്വാലിബ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട ചില കവിതകൾ: യാ സമാ ഉഷ്ഹദി വയാ അർളു ഖർരി വഖ്ശഇ ഇന്നനി ദക്കർതു അലിയ. ഞാൻ അലിയിനെ കുറിച്ച് ഓർക്കുന്നു, അതുകൊണ്ട് ആകാശമേ ഭൂമിയെ നീ എൻ്റെ കൂടെ ചേരുക എന്ന രീതിയിൽ. ഇതൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ മഹാകവികളും മഹാപണ്ഡിതന്മാരും എഴുതിയ കവിതകളാണ്. വ അൻത അൻതല്ലദി ലിൽ ഖിബ്ലതൈനി മഅൻ നബിയ്യി അവ്വലു മൻ സല്ലാ വ മൻ റകഅ. പ്രവാചകന്റെ കൂടെ ആദ്യമായിട്ട് നിസ്കരിച്ചത്, അത് അദ്ദേഹം പറയുന്നുണ്ട്, അന അവ്വലു മൻ സല്ലാ മഅൻ നബിയ്യി. പ്രവാചകനോടൊപ്പം ആദ്യമായിട്ട് നിസ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് എനിക്കാണ്. ഈ മെഹ്റാജ് കഥയൊക്കെ വരുന്നതിന് മുമ്പ് പ്രവാചകൻ മക്കയിൽ നിസ്കരിക്കുമ്പോൾ, മക്കയിൽ പ്രവാചകന്റെ പ്രവാചകത്വം ആരംഭിച്ച ആദ്യകാലത്ത് തന്നെ നിസ്കാരമുണ്ട്. മറ്റു കഥകളൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന അധ്യായത്തിൽ പ്രവാചകനോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയും നിസ്കാരമൊക്കെ പിന്നീട് എവിടെയോ പോയിട്ട് കൊണ്ടുവന്നതാണ്. എവിടെയും പോയിട്ട് കൊണ്ടുവന്നതല്ല. അത് നുബുവത്തിൻ്റെ ഒന്നാമത്തെ നാളിൽ പ്രവാചകന് നുബുവത്തിനോടൊപ്പം കിട്ടിയതാണ്. കാരണം അത് ലോകത്തുണ്ടായിരുന്നു. ഇസ്മായിൽ നബി നിസ്കരിച്ചിട്ടുണ്ട്, ഈസാ നബി നിസ്കരിച്ചിട്ടുണ്ട്, മൂസാ നബി നിസ്കരിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിൻ്റെ പാരമ്പര്യമാണ് മുഹമ്മദ് നബിയുടെ നിസ്കാരം. അല്ലാതെ ഇത് പെട്ടെന്ന് ഉണ്ടായതൊന്നുമല്ല, എവിടെയും പോയി കൊണ്ടുവന്നതുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും 9 തവണ ഓടിച്ചിട്ട് കൊണ്ടുവന്നതുമല്ല. ഇത് പ്രവാചകൻ നുബുവത്തിൻ്റെ കൂടെ കിട്ടിയ, പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ മഹത്തായ പ്രാർത്ഥനാ രീതിയാണ് നിസ്കാരം. ആ നിസ്കാരം റസൂലിനോടൊപ്പം ആദ്യമായിട്ട് നിർവഹിച്ചത് ഞാനാണെന്ന് അലി ഇബ്നു അബി ത്വാലിബ് പറയുന്നു. അതാണ് ഈ കവിതയിൽ പറയുന്നത്. വ അൻത അൻതല്ലദീ ലിൽ ഖിബ്ലതൈനി മഅൻ നബിയ്യി അവ്വലു മൻ സല്ലാ വ മൻ റകഅ. പ്രവാചകനോടൊപ്പം 2 ഖിബ്ലകളിലേക്കും മാറി മാറി നിസ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച, ആദ്യമായി പ്രവാചകനോടൊപ്പം നിസ്കരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച. ഈ കഅബയെക്കുറിച്ച് പറയുമ്പം അലി ഇബ്നു അബി ത്വാലിബായിട്ട് മറ്റൊന്നും കൂടിയുണ്ട്. കഅബയുടെ ഉള്ളിൽ പ്രസവിക്കപ്പെട്ട, കഅബയുടെ ഉള്ളിൽ ജനിച്ച ഒരേ ഒരു മനുഷ്യൻ അലി ഇബ്നു അബി ത്വാലിബാണ്. അലിയുടെ ഉമ്മ ഫാത്തിമ ഗർഭിണിയായിരിക്കെ കഅബ വൃത്തിയാക്കാൻ വേണ്ടി, കഅബ ശുദ്ധീകരിക്കാൻ വേണ്ടി കയറിയതാണ്. ആ സമയത്ത് പിന്നെ പ്രസവ വേദന ഉണ്ടാവുകയും അവിടെ തന്നെ ആളുകളെ കൊണ്ടുവന്ന്, പിന്നെ പേരെടുക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് കഅബയുടെ ഉള്ളിൽ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ കഅബയുടെ അകത്ത് ജനിച്ച കുഞ്ഞാണ് അലി ഇബ്നു അബി ത്വാലിബ്. കഅബയുടെ പുത്രൻ എന്ന് പറയാം. മണ്ണിൻ്റെ പിതാവും കഅബയുടെ പുത്രനുമാണ് അലി ഇബ്നു അബി ത്വാലിബ്. അതൊരു വലിയ എന്തോ ഒരു മഹാസംഭവം എന്നൊക്കെ പറയല്ല. ഒരു മനുഷ്യൻ അവിടെ ജനിച്ചു എന്നുള്ളതൊരു വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ അതും ചില സൂചനകളാണെന്ന് നമ്മൾ ഓർക്കണം. ലോകത്തിൻ്റെ ഖിബിലയായിരിക്കുന്ന കഅബയുടെ അകത്ത് ജനിക്കുകയും അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്തൊരു മഹാപുരുഷൻ. എന്തിനാണ് അലി ഇബ്നു അബി ത്വാലിബ് കൊല്ലപ്പെട്ടത്? അദ്ദേഹം ചെയ്ത അപരാധം എന്തായിരുന്നു? അദ്ദേഹത്തെ ആരാണ് കൊന്നത്? ഇത് നാം പഠിക്കേണ്ടുന്ന വിഷയമാണ്. റമദാനിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നതുകൊണ്ട് റമദാനിൽ തന്നെയാണ് ഇത് പറയേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ്റെ ശിഷ്യനായി, പ്രവാചകൻ്റെ മരുമകനായി, പ്രവാചകൻ്റെ പിൻഗാമിയായി മാറി എന്നുള്ളതാണ് അലി ഇബ്നു അബി ത്വാലിബ് കൊല്ലപ്പെടാനുള്ള ന്യായം. മറ്റൊന്നുമല്ല. അദ്ദേഹം മറ്റൊന്നും ചെയ്തില്ല, ആരെയും ആക്രമിച്ചില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ വധത്തിൽ പോലും അലി ഇബ്നു അബി ത്വാലിബ് പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ഞാൻ നിങ്ങൾക്ക് കാവൽ നിർത്താം, എൻ്റെ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളെയും ഞാൻ നിങ്ങൾക്ക് കാവൽ നിർത്താം. അപ്പോൾ ഉസ്മാൻ പറയുന്നു വേണ്ട. അപ്പോൾ അലി പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി, ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു, എൻ്റെ മക്കളെ ഞാനിവിടെ നിർത്താൻ തയ്യാറാണ്. പക്ഷേ ഖലീഫ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോയതിൻ്റെ പിറ്റേന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെടുന്നത്. ഒന്നിലും അദ്ദേഹത്തിന് പങ്കില്ലായിരുന്നു. അദ്ദേഹം സുതാര്യമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഭൗതികമായ ആഗ്രഹങ്ങളൊന്നും എവിടെയുമില്ലായിരുന്നു. ആ രീതിയിൽ ജീവിച്ച് പ്രവാചകന്റെ അവസാനം ഖലീഫയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ജനങ്ങളെല്ലാം വന്നിട്ട് നിങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട, ഞാനതിന് യോഗ്യനല്ല, ഞാൻ എൻ്റെ കർമ്മങ്ങളും എൻ്റെ ധ്യാനവും എൻ്റെ മനനവുമായി ഞാൻ കഴിയട്ടെ, ഞാൻ വിജ്ഞാനീയങ്ങളുടെ കൂടെ രമിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്,
ഭരണകൂടത്തിൻ്റെ ആസ്ഥാനത്തല്ല, എൻ്റെ സ്ഥാനം ഇവിടെയാണ്, ഈ ചെറിയ മുറിയിലാണ്. അങ്ങനെ ജനങ്ങൾ നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം രാജിവെക്കുന്നുണ്ട്. വീണ്ടും ജനങ്ങൾ പോയി നിർബന്ധിച്ചിട്ട് രണ്ടാമത് പള്ളിയിൽ വെച്ച് എല്ലാവരും കൂടി ഉറക്കെ ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. ഇതൊക്കെ ചരിത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഏതൊരു മരത്തെയും ഉണക്കാൻ വേരറുത്താൽ മതി. ഏതൊരു മരത്തെയും ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ മരത്തെ വെട്ടിമാറ്റേണ്ടതില്ല, അതിൻ്റെ വേര് മെല്ലെ അങ്ങ് അറുത്ത് വിട്ടാൽ മതി. അലീനെ അറുത്താൽ മുഹമ്മദ് ഉണങ്ങും. അലി ഇല്ലാതായാൽ മുഹമ്മദിൻ്റെ ചരിത്രം മായും. ഇത് നന്നായിട്ട് അറിയാവുന്നവരാണ് അലിയിൻ്റെ പുറകെ കൂടിയത്. ഇന്നും അലീനെ പറയുമ്പോൾ ദേഷ്യം വരുന്നത്, അലീൻ്റെ പേര് കേൾക്കുമ്പോൾ ചാപ്പ കുത്തുന്നത്, അലീനെക്കുറിച്ച് പറഞ്ഞാൽ ഷീയായി പോകുന്നത് അതുകൊണ്ടാണ്. കാരണം മുഹമ്മദിലേക്ക് പടരുന്ന വേരാണത്. വേരിൻ്റെ ദൗത്യം എന്താണ്? വെള്ളം വലിച്ച് കൊടുക്കുക. നിങ്ങൾ നന്നായിട്ട് വളരുന്നൊരു വൃക്ഷത്തെ നിങ്ങൾ വെട്ടിമാറ്റിയാൽ അതിൻ്റെ വേരപ്പോഴും അതിന് വെള്ളം നൽകിക്കൊണ്ടേയിരിക്കും. വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും. കാരണം വേരറിയുന്നില്ല മരം വെട്ടി മാറ്റപ്പെട്ടു എന്ന്. ഇങ്ങനെ മുഹമ്മദിലേക്ക് വെള്ളമായി, നനവായി, ഊർജമായി പ്രവഹിച്ച മുഹമ്മദിൻ്റെ വേരായിരുന്നു അലി. അങ്ങനെയാണ് അലിയിലേക്ക് അലി മുഹമ്മദിൻ്റെ താങ്ങായി നിന്നത്. നീ ഹാറൂനിൻ്റെ സ്ഥാനത്താണ് എന്ന് പ്രവാചകൻ പറഞ്ഞത്. ആ വേരാണ് വെട്ടിമാറ്റപ്പെട്ടത്. ചില്ലകൾ വെട്ടിമാറ്റിയാൽ മറ്റ് ചില്ലകളുണ്ടാകും. ശാഖകൾ വെട്ടിമാറ്റിയാൽ വേറെ ശാഖകൾ ഇങ്ങനെ കിളിർത്തു വരും. എന്നാൽ തായ്വേര് വെട്ടിമാറ്റിയാലോ സാധ്യമല്ല. അതുകൊണ്ട് മുഹമ്മദിൻ്റെ തായ്വേരായിരിക്കുന്ന അലിയിനെ വെട്ടിമാറ്റാനാണ് എപ്പോഴും പ്രവാചകൻ്റെ എതിരാളികൾ ശ്രമിച്ചു കൊണ്ടിരുന്നത്. അത് സംഭവിച്ചു. ഒരു റമദാനിൽ കൂഫയിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ പിറകിൽ നിന്നൊരാൾ വന്ന് വെട്ടിക്കൊന്നുകളഞ്ഞു. ഇത് അദ്ദേഹം പിന്നീട് ആ കൊന്നയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ, രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ കൊലപാതകിയെ പെട്ടെന്ന് കൗണ്ടർ അറ്റാക്കിൽ കൊന്നുകളയുക എന്നുള്ളതും ഭരണകൂടത്തിൻ്റെ മറ്റൊരു തന്ത്രമാണ്. എന്നാൽ രഹസ്യങ്ങളൊന്നും പുറത്തു വരില്ലല്ലോ. ഒരുപാട് പ്രലോഭനങ്ങളുമായിട്ട് ആളെ അയക്കും. എന്നിട്ട് കൊന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ദൗത്യം നിർവഹിക്കപ്പെട്ടു എന്നുറപ്പായ സമയത്ത് കൊലയാളിയെ കൊന്നുകളയും, രഹസ്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ. അങ്ങനെ അലി ഇബ്നു അബി താലിബിനെ കൊന്നവൻ ആത്മഹത്യ ചെയ്തു എന്ന് വെച്ചാൽ രഹസ്യങ്ങളെല്ലാം അതോടുകൂടി ഇല്ലാതായി. ഭൂമിക്കടിയിലേക്ക് അലി ഇബ്നു അബി താലിബിനോടൊപ്പം മറഞ്ഞുപോയി. ഈ ചരിത്ര വസ്തുത നമ്മൾ അറിയണം. റമദാനിൽ നമ്മെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ചൈതന്യമായി അലി എന്ന് പറയുന്ന ജ്ഞാനനക്ഷത്രം ഉദിക്കട്ടെ. നമ്മുടെ മനസ്സിൻ്റെ ചക്രവാളങ്ങളിൽ പ്രവാചകൻ്റെ തായ്വാരായി നിന്ന ആ മഹാചക്രവർത്തി, ജ്ഞാനത്തിൻ്റെ ചക്രവർത്തി നമ്മുടെ മനസ്സിൽ പ്രചോദനമായി നിറയട്ടെ. അലിയില്ലാതെ പ്രവാചകനിൽ എത്തുക സാധ്യമല്ല എന്ന് നമ്മൾ ഓർക്കണം, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിലേക്കുള്ള വഴി മുഹമ്മദാണെങ്കിൽ മുഹമ്മദിലേക്കുള്ള വഴി അലിയാണ്. അള്ളാഹുവിലേക്കുള്ള വഴി നുബുവത്താണെങ്കിൽ നുബുവത്തിലേക്കുള്ള വഴി അലിയാണ്. ഇക്കാര്യം ഓർത്തുകൊണ്ട് അലിയിൻ്റെ ചരിത്രം പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാത്തമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഏത് ഗുരുക്കന്മാർക്കും ഒരു ശിഷ്യനുണ്ട്. ആ ഗുരുക്കന്മാരെ പ്രകാശിപ്പിക്കുന്നത് ഈ ശിഷ്യരാണ്. ഇത് ചരിത്രത്തിൽ നമുക്ക് എവിടെയും കാണാം. അവരാണ് ഈ ഗുരുക്കന്മാരുടെ വിലാസമായി തീരുന്നത്. അവരാണ് ഗുരുക്കന്മാരുടെ സന്ദേശങ്ങൾ തലമുറക്ക് കൈമാറുന്നത്. യേശുവിന് പത്രോസ് എന്ന പോലെ നീയാകുന്ന പാറമേൽ ഞാൻ പള്ളി പണിയും എന്ന് പറയുന്നൊരു ശിഷ്യനുണ്ട് യേശുവിന്.
കോഴി കൂവുന്നതിന് മുമ്പ് ഒറ്റുകൊടുത്തെങ്കിൽ പോലും യേശുവിൻ്റെ ജ്ഞാനപാരമ്പര്യം, യേശുവിൻ്റെ കർമ്മപാരമ്പര്യം നിലനിർത്തിയത് പത്രോസാണ്. അതുപോലെ പിൽക്കാലത്ത് നമ്മൾ നോക്കിയാൽ ശങ്കരന് ഒരു പത്മപാദരുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസർക്കൊരു വിവേകാനന്ദനുണ്ട്, ശ്രീനാരായണ ഗുരുവിന് ഒരു നടരാജനുണ്ട്, മുഹമ്മദ് നബിക്ക് ഒരു അലിയുണ്ട്. ഒരുപാട് ശിഷ്യന്മാരുണ്ടാകും. അവരൊക്കെയും ഈ ഗുരുവിനെ പല കോണുകളിലൂടെ സന്ദർശിച്ചവരായിരിക്കും. അവരൊക്കെയും ആ ഗുരുവിന് പ്രിയപ്പെട്ടവർ തന്നെ, ആരും മോശക്കാരല്ല. പക്ഷേ ആ ഗുരുവിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കവാടം ഉണ്ടാകും. ആ ഗുരുവിനെ സമഗ്രമായി അവതരിപ്പിക്കുന്ന ഒരു ശിഷ്യനുണ്ടാകും. അതെല്ലാ ഗുരുക്കന്മാർക്കും ഒന്നേ ഉണ്ടാവുള്ളൂ. വളരെ അപൂർവമാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ. ആ ഗുരുവിനെ കാണാൻ ആ കണ്ണാടിയാണ് വേണ്ടത്, ആ ജാലകമാണ് വേണ്ടത്. അലി ഇബ്നു അബി താലിബ് അത്തരത്തിലുള്ള പ്രവാചകനിലേക്കുള്ള ഒരു ജാലകമാണ്. അതിലൂടെ നോക്കിക്കാണണം. അപ്പോൾ നമുക്ക് കാണാം റസൂലുള്ളാഹിൻ്റെ ജ്ഞാനം. നമുക്കാരാണ് നബി? നമുക്ക് നബി എന്ന് പറയുന്നത് കർമാനുഷ്ഠാനങ്ങളുടെ ഒരു രാജാവാണ്. എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്ന, എങ്ങനെ നോമ്പെടുക്കണമെന്ന് പഠിപ്പിക്കുന്ന, എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന, എങ്ങനെ ഭൗതികമായ ഇത്തരത്തിലുള്ള ലോകത്ത് എങ്ങനെയൊക്കെ വ്യവഹരിക്കണമെന്ന് പഠിപ്പിക്കുന്ന, എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ ആത്മാവിനെ എപ്പോഴും ജ്വലിപ്പിച്ചു നിർത്തുന്ന ഒരു ചൈതന്യമായി, ഈ ലോകത്തെ മുഴുവനും എപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാന പ്രകാശമായി നമുക്ക് കാണിച്ചിരുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അയാളുടെ പേരാണ് അലി ഇബ്നു അബി താലിബ്. അപ്പോൾ ഈ ഗുരുക്കന്മാരിലേക്ക് നിങ്ങളൊരു ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ അയാളിലേക്ക് എത്തേണ്ടുന്ന ആ ശിഷ്യനെ പഠിച്ചാൽ മതി. എങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാകും. ആരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് ചോദിക്കുമ്പോൾ അത് വിവേകാനന്ദൻ്റെ ഗുരുവാണ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഉത്തരമാണ്. ആരാണ് യേശു എന്ന് ചോദിച്ചാൽ അത് പത്രോസിൻ്റെ ഗുരുവാണ് എന്ന് പറയുന്നത് മറ്റൊരു ഉത്തരമാണ്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ആരാണ് മുഹമ്മദ് നബി എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉത്തരം അത് അലിയിൻ്റെ ഗുരുവാണ് എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചാൽ നമുക്ക് പ്രവാചകനെയും പഠിക്കാം, പ്രവാചകൻ്റെ വിജ്ഞാനീയങ്ങളെയും പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.